വയനാട്ടിൽ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മൾ ഒരു ആദിവാസി യുവാവിനെ കൊടിയ ക്രൂരതയ്ക്ക് ഇരയാക്കിയ സംഭവം നടന്നത്. ആ സംഭവത്തിൽ എന്തായാലും 2 പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്ന അപ്ഡേഷൻ വരികയാണ്. ഹർഷിദ്, അഭിറാം എന്നിവരാണ് മാനന്തവാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ മാതനെ മന്ത്രി OR കേളു ആശുപത്രിയിൽ സന്ദർശിച്ചു. പ്രതികരണം: അവരെ എല്ലാം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനം ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് ആണ് കേസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി തന്നെ അത് സംബന്ധിച്ച് സ്വീകരിക്കും. മാധവൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പം നിലവിൽ അപകട നിലയൊന്നുമില്ല. പക്ഷേ എന്നാലും പുറകു ഭാഗത്ത് കുറച്ച് ഒരു കാര്യമായിട്ട് പരിക്കുണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു അപകട നിലയും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. എം കമൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. കമൽ, 4 പേരുണ്ടായിരുന്നു ഈ കാറിൽ, 2 പേർ പിടിയിലായിട്ടുണ്ട്. പിടിയിലായ ആളുകൾക്ക് ഈ സംഭവവുമായി അവരുടെ ബന്ധം എന്താണ്? മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ. പ്രജീഷ്, മന്ത്രി OR കേളുവാണ് ഈ പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർ എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റ് 2 പേർ കൂടി കസ്റ്റഡിയിലുണ്ടോ എന്ന കാര്യം മന്ത്രി പറഞ്ഞത് പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് 4 പേരും ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. മുഹമ്മദ് അർഷീദും അഭിരാമുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ മുഹമ്മദ് അർഷീദാണ് കാർ ഓടിച്ചതെന്ന് ഇന്നലെ വ്യക്തമായിരുന്നു. മറ്റ് 3 പേരുടെ പേരുകൾ പിന്നീടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായി ഈ കാറിലുണ്ടായിരുന്ന 4 പേരിൽ മുൻസീറ്റിലിരുന്ന 2 പേർ തന്നെയാണ് പിടിയിലായത്. ഡ്രൈവറും കോ ഡ്രൈവറുമാണ് പിടിയിലായത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നതേയുള്ളൂ. എന്തായാലും മന്ത്രി ഈ മാതനെ സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മന്ത്രി പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം സ്ഥിരീകരിച്ചത്. കമൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനമടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒക്കെയാണ് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ കൃത്യമായ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിഗണനയിലുണ്ടോ? ഈ മേഖലയിൽ കൃത്യമായ പോലീസിന്റെ പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുമെന്നാണ് മന്ത്രി ഈ പ്രതികരണത്തോടൊപ്പം സംസാരിച്ചത്. കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ടൂറിസത്തിന്റെ പേരിൽ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് കൃത്യമായി ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്കാണല്ലോ മാതൻ കടന്നു വരുന്നത്. ഇത് ലഹരി അടക്കം ഉപയോഗിച്ച് ടൂറിസ്റ്റുകൾ വരികയും തദ്ദേശീയരായ ആളുകളുടെ പൊതു ജീവിതത്തിന്, സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതിനിടയിലേക്ക് കടന്നു വരുന്നൊരു മനുഷ്യനാണ് ഇത്രയും ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നത്. എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഈ തരത്തിൽ സ്വയം വില്ലന്മാരായി മാറാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. മാധു, ഇതിൽ ഏതെങ്കിലും ലഹരി ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രതികളായിരുന്നവർ ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ സംശയമുണ്ടായിരുന്നു. മദ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസലഹരി വസ്തുക്കളോ ഉപയോഗിച്ചാണോ ഈ അതിക്രമം നടത്തിയത് എന്നൊക്കെ ഇന്നലെ നാട്ടുകാർ തന്നെ സംശയം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാനാകും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ന് കരുതുന്നു. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്.